നമസ്കാരം. സമാധാന കരാറുകളെയെല്ലാം കാറ്റിൽ പായിച്ചുകൊണ്ട് വീണ്ടും യുദ്ധത്തിന്റെ പാതയിൽ അമേരിക്ക സഞ്ചരിക്കുമ്പോൾ പ്രതിരോധിക്കാൻ വഴി കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇറാന് മുന്നിലുണ്ടാവുക. അതുകൊണ്ടാണ് ആണവായുധം എന്ന പരിഹാരത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണി നേരിടാൻ ആണവ പ്രതിരോധം കൈവരിക്കുകയല്ലാതെ ഇറാന് മറ്റു മാർഗമില്ല എന്ന് ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് വ്യക്തമാക്കുകയാണ്. ഇറാന്റെ സുരക്ഷാ സ്ഥാപനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഫാർസ് സൈനിക നടപടികളിൽ നിന്നും രക്ഷപ്പെടാനും ഭാവിയിലെ തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുവാനും ആണവായുധം അനിവാര്യമാണ് എന്ന വാദം ഉന്നയിക്കുകയാണ്. ഇറാൻ അധിനിവേശത്തിനും വിഭജനത്തിനുമുള്ള സാധ്യതകൾ ഇല്ലാതാക്കാൻ ആണവ പ്രതിരോധം നേടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ആണവായുധം കൈവശമുള്ള അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അധികാര സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ആണവ പ്രതിരോധം സഹായിക്കുമെന്നും ഇത് സംഘർഷത്തിന്റെ വ്യാപ്തി നിയന്ത്രിക്കാൻ വഴിയൊരുക്കുമെന്നും ലേഖനം അവകാശപ്പെടുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ആണവായുധം നിർമ്മിക്കാൻ പദ്ധതിയില്ല എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമെന്ന നിലപാടിൽ നിന്നും വലിയൊരു വ്യതിയാനമാണ് ഇത്. ആണവായുധം പിന്തുടർന്നത് നിരോധിച്ചുകൊണ്ട് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി നേരത്തെ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. ഇറാന്റെ ഈ നീക്കം ട്രംപിന്റെ കനത്ത നയങ്ങൾക്കുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ഈ സമയത്ത് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ പൂർണ്ണമായും തയ്യാറാണെന്ന് വ്യക്തമാക്കിയ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ രംഗത്ത് എത്തിയിരുന്നു നേരത്തെ. എന്തായാലും അമേരിക്കയുമായി നേരിട്ടുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ പുറത്തു വരുന്നതിനിടെയായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നും ഈ സുപ്രധാനമായ പ്രതികരണം നേരത്തെ ഉണ്ടായത്. തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന ഉറപ്പ് നൽകി പ്രസിഡന്റ് അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ ആശങ്കകൾ പരിഹരിക്കാൻ തയ്യാറായിരുന്നു. നിലവിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു നയതന്ത്ര ചർച്ചകൾക്ക് ഈ ഉറപ്പ് നൽകിയത്. എന്നാൽ ഈ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ ആ ചർച്ചയെ സംബന്ധിച്ചൊരു പുതിയ ഊർജം നൽകുന്നതായിരുന്നു. എന്നാൽ നേരത്തെ അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ വീണ്ടും നീങ്ങുന്നു എന്ന സൂചനകൾ, അതായത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു പെഷഷ്കിയാൻ തങ്ങളുടെ നിലപാട് മാറ്റങ്ങൾ വ്യക്തമാക്കിയതും. നയതന്ത്ര ചർച്ചകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ജനങ്ങളോടും മാധ്യമങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇതെല്ലാം ഇപ്പോൾ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായത്. അതായത് വീണ്ടും അങ്ങോട്ട് കടന്നു കയറി ആക്രമിക്കുക എന്ന അമേരിക്കയുടെ നയം തിരികെ എത്തിയതോടെയാണ് തങ്ങളുടെ നയത്തിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് ഇറാൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്.